നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാപാരികളുടെ കൂടി പൂർണ്ണ പിന്തുണയുണ്ടായാൽ കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ നിഷ്പ്രയാസം കഴിയുമെന്ന് മന്ത്രി എം പി രാജേഷ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗം കൂറ്റനാട് വാവന്നൂരിൽ. സമിതിയുടെ വീൽ സപ്പോർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരിച്ച വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് 30 ലക്ഷം രൂപ നൽകി. ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവന നിയമവിരുദ്ധവും അങ്ങേയറ്റം അപക്വവുമെന്ന് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. വിഷയത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാചാലനാകുന്ന എക്സൈസ് മന്ത്രിയുടെ പ്രതികരണമറിയാൻ താൽപ്പര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പാലക്കാട്ടെ MLA ഓഫീസ് ഉദ്ഘാടന വേളയിൽ. മണപ്പുള്ളിക്കാവ് റോഡിലെ ദുർഗാനഗർ 2nd സ്ട്രീറ്റിൽ MLA ഓഫീസ് സജ്ജീകരിച്ചത് ആധുനിക സംവിധാനങ്ങളോടെ. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ് കാലിൽ കയറി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചത് വടക്കാഞ്ചേരി ഒന്നാംകല്ല് സ്വദേശി നബീസ. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിലേക്ക് മാറ്റിയ വയോധിക മരിച്ചത് ഇന്ന് രാവിലെ. ജോയിന്റ് കൗൺസിൽ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ഏകദിന പണിമുടക്ക് 22-ന്. സമരസമിതി പാലക്കാട് കലക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനവും വിശദീകരണ യോഗവും. പണിമുടക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ജീവനക്കാരെ അവഗണിക്കുന്നത് ഇടതു സർക്കാർ നയമല്ലെന്ന് ഭരണാധികാരികൾ തിരിച്ചറിയേണ്ടതാണെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി K. മുകുന്ദൻ. സംസ്ഥാന ഇൻക്ലൂസീവ് സ്പോർട്സിൽ മികച്ച പ്രകടനം നടത്തിയ പാലക്കാടിന്റെ താരങ്ങൾക്ക് ജില്ലാ SSKയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് സ്വീകരണവും അനുമോദനവും. സംസ്ഥാന മേളയിൽ ഓവറോൾ 2ാം സ്ഥാനവും അത്ലറ്റിക്സ് കിരീടവും നേടിയത് പാലക്കാട് ജില്ലാ ടീം. ഭിന്നശേഷി കുട്ടികളുടെ മേളയിൽ ജില്ലയിൽ നിന്ന് പങ്കെടുത്തത് 112ഓളം താരങ്ങൾ. വാർത്തകൾ വിശദമായി. വ്യാപാരികളുടെ കൂടി പൂർണ്ണ പിന്തുണയുണ്ടായാൽ കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ നിഷ്പ്രയാസം കഴിയുമെന്ന് മന്ത്രി എം പി രാജേഷ്. കൂറ്റനാട് വാവന്നൂരിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വീൽ സപ്പോർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരിച്ച വ്യാപാരികളുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വലിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഹരിതകർമ്മസേന നിലവിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന പിഴ കുറയ്ക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ആലോചിച്ച ശേഷം നടപടി സ്വീകരിക്കും. ആരു തന്നെയായാലും മാലിന്യങ്ങൾ റോഡരികിലോ മറ്റ് സ്ഥലങ്ങളിലോ നിക്ഷേപിക്കുന്നത് പിടികൂടിയാൽ പിഴ ഈടാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. വ്യാപാരികൾ ഇപ്പോൾ നൽകിയ നിവേദനത്തിന് പരിശോധിച്ച ശേഷം ന്യായമായ പരിഗണനയുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതുവരെ വ്യാപാരി സമൂഹത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച ഇവിടെ ബാബു പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ ഉള്ള കാരണം പാലക്കാട്ട് നിന്നുള്ള വ്യാപാരികളുടെ ഇടപെടലാണ് എന്നെനിക്ക് നിസ്സംശയം പറയാം. കാരണം നിങ്ങളാണ് ഇതെല്ലാം ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളത്, ഇവിടെ നിന്നുള്ളവരാണ്. നിങ്ങളുടെ സംഘടന എന്ന നിലയിൽ ഞാൻ പറഞ്ഞില്ല, ഇവരെല്ലാം എനിക്ക് പല നിലയിൽ അടുപ്പുള്ളവരാണ്. പഠിക്കുന്ന കാലം മുതൽ അടുപ്പമുള്ള ആളുകൾ. ബാബുവൊക്കെ അന്ന് മുതൽ ഉള്ള പരിചയമാണ്. പല നിലയിൽ എത്രയോ കാലമായിട്ട് MP ആയിരുന്നപ്പോൾ മുതൽ ഒക്കെ. ഇവിടെ മാത്രമല്ല, അവിടേക്ക് നോക്കിയാലും അനേകം പേരുണ്ട്. അപ്പം ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നിങ്ങൾ എന്നെ വിടാതെ പിടികൂടിയിട്ടുണ്ട്. എവിടെ ചെന്നാലും ഈ കാര്യം പറയുന്ന അനുഭവമുണ്ട്. അങ്ങനെയാണിത് ചർച്ച ചെയ്തത്. ചർച്ച ചെയ്തപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. വളരെ ന്യായമാണ് പല കാര്യങ്ങളെന്ന് മനസ്സിലായി. അതിലൊന്നാണ് ഈ ലൈസൻസിൻ്റെ പിഴ. സത്യത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ഇതൊരു അന്യായമായിട്ടുള്ള പിഴയാണല്ലോ എന്ന് അത് പരിശോധിച്ചപ്പോൾ തന്നെ തോന്നി. അപ്പം തന്നെ തിരുത്താനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. വി സപ്പോർട്ടിൽ അംഗങ്ങളായ ശേഷം മരണപ്പെട്ട ജില്ലയിലെ 3 വ്യാപാരികൾക്കുള്ള 30 ലക്ഷം രൂപ ധനസഹായ വിതരണം ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. കൂറ്റനാട് വാവന്നൂരിലെ ഗാമിയോ കൺവെൻഷൻ സെന്ററിലായിരുന്നു KVVES പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗം. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KA ഹമീദ് റിപ്പോർട്ടും ട്രഷറർ KK ഹരിദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു.
മുസ്തഫ മുളയങ്കാവ്, ടി രമേഷ് ബേബി, ബ്ലാസിദ്, സുന്ദർരാജ് കോങ്ങാട്, വി പ്രജിത്ത്, സിറാജ് പാലക്കാട്, സി വി ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വാഗത സംഘം ചെയർമാൻ കെ ആർ ബാലൻ സ്വാഗതവും ടി പി ഷക്കീർ നന്ദിയും പറഞ്ഞു. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൗൺസിൽ അംഗങ്ങളും ഉൾപ്പെടെ 800 പേർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവന നിയമവിരുദ്ധവും അങ്ങേയറ്റം അപക്വവുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഈ വിഷയത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരം വാചാലനാകുന്ന എക്സൈസ് മന്ത്രിയുടെ പ്രതികരണമറിയാൻ താൽപ്പര്യമുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ജയിലിൽ കിടക്കുന്ന കാലത്ത് ബീഡി വലിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. പലതവണ ജയിലിൽ കിടന്ന തനിക്ക് ബീഡി കിട്ടിയിട്ടില്ല. കൊടിസുനിയെപ്പോലുള്ളവർക്ക് ജയിലിൽ സുഖജീവിതമൊരുക്കുന്ന പാർട്ടിയായ CPM ഈ ആനുകൂല്യങ്ങൾ സജി ചെറിയാനും ഒരുക്കിയിരുന്നോ എന്നറിയാൻ താൽപ്പര്യമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മന്ത്രിയുടെ പ്രസ്താവന. കുട്ടികൾ കമ്പനി കൂടുന്നതിലും പുകവലിക്കുന്നതിലും എന്താണ് തെറ്റെന്ന് സജി ചെറിയാൻ ചോദിക്കുന്നു. സാംസ്കാരിക മന്ത്രിയാണ് അദ്ദേഹം. പുകവലിക്ക് പ്രോത്സാഹനമാകുന്ന മന്ത്രിയുടെ പ്രസ്താവന നിയമവിരുദ്ധവും അങ്ങേയറ്റം അപക്വവും നിർഭാഗ്യകരവുമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഒന്ന്, സാധാരണഗതിയിലുള്ള പുകവലി പോലും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി അദ്ദേഹം ഏത് പശ്ചാത്തലത്തിലാണ് നിയമവിരുദ്ധമായ ഒരു പുകവലിയെ പിന്തുണയ്ക്കുന്നതെന്നുള്ള എനിക്കറിയില്ല. അങ്ങനെ കമ്പനി കൂടുന്ന ആളുകൾ സ്നേഹമേ പങ്കുവയ്ക്കട്ടെ, സൗഹൃദം പങ്കുവയ്ക്കട്ടെ, രാഷ്ട്രീയം പങ്കുവയ്ക്കട്ടെ, പുക പങ്കുവെക്കട്ടെ. അങ്ങനെ പുകയ്ക്കണമെന്ന് തോന്നുന്ന ചെറുപ്പക്കാർ നാടിനും അവർക്കും കുടുംബത്തിനുമൊക്കെ വിപത്ത് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾ അങ്ങനെ പറയുന്നതിൻ്റെ പശ്ചാത്തലം എനിക്കറിയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു കേട്ടതാണ്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഈ ജയിലിനകത്ത് ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ഇതൊക്കെ അല്ലേ ഞാനെന്തോ പറഞ്ഞതൊക്കെ ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും വീഡിയോ വലിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരു 5-6 തവണ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. അത്തരത്തിലൊരു സൗകര്യം ഞാനങ്ങനെ പുകവലിക്കുന്നതല്ല, അത്തരത്തിലുള്ള സൗകര്യം ആർക്കെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ മന്ത്രി ജയിലിനകത്ത് പുക വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് കടത്തിയതാണ്. കൊടിസുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യത്തെപ്പറ്റി നമുക്കറിയാം. കൊടിസുനിക്ക് മൊബൈൽ കിട്ടുന്നു, അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതേ ആനുകൂല്യം CPMൻ്റെ നേതാവായിരുന്ന ശ്രീ സജി ചെറിയാന് കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഈ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം കൂടി അറിയാൻ താല്പര്യമുണ്ട്. കാരണം അദ്ദേഹം ഒരു വശത്തുകൂടി ലഹരിവിരുദ്ധ ദിനാചരണത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും അദ്ദേഹം MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടത് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. ഈ വിഷയത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാചാലനാകുന്ന മന്ത്രി MB രാജേഷിന്റെ പ്രതികരണമറിയാൻ താൽപ്പര്യമുണ്ടെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൊതുജനങ്ങളുടെ പരാതികൾക്ക് അതിവേഗം പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസ് പ്രവർത്തനം തുടങ്ങി. ആധുനിക സംവിധാനങ്ങളോടെയാണ് MLA ഓഫീസ് സജ്ജീകരിച്ചിട്ടുള്ളത്. MLA ഓഫീസ് ഉദ്ഘാടനം MP-മാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പാലക്കാട് മണപ്പുള്ളിക്കാവ് റോഡിൽ ദുർഗാനഗർ 2nd സ്ട്രീറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. പൊതുജനത്തിൻ്റെ സർക്കാർ തല പരാതികൾ അതാത് വകുപ്പുകളെ അറിയിക്കാനും പരാതി പരിഹാരത്തിനായി തുടർ സംവിധാനം സ്വീകരിക്കാനുമുള്ള സൗകര്യം ഓഫീസിലുണ്ട്. പൊതുപരാതികൾ പരിഹരിക്കാൻ വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരുടെ സേവനവും ലഭ്യമാവും. മുതിർന്ന കോൺഗ്രസ് നേതാവ് VS വിജയരാഘവൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുൻ MLA VT ബൽറാം തുടങ്ങി വിവിധ UDF നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ജനങ്ങളുടെ പരാതി സ്വീകരിക്കുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് MLA ഓഫീസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ് കാലിൽ കയറി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. വടക്കാഞ്ചേരി ഒന്നാംകല്ല് സ്വദേശി 70 വയസ്സുള്ള പുതുവീട്ടിൽ നബീസയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. ഇന്നലെ രാവിലെ ഒന്നാംകല്ലിൽ വെച്ചായിരുന്നു അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച നബീസയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചു. ഇന്നലെ രാവിലെ ഇവർ ഒന്നാംകല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള ബസ്സിൽ കയറേണ്ടതിന് പകരം പട്ടാമ്പി ബസ്സിൽ കയറുകയും അബദ്ധം തിരിച്ചറിഞ്ഞ്
ധൃതിയിൽ ബസ്സിൻ്റെ മുൻഭാഗത്ത് ഡോറിലൂടെ ഇറങ്ങുന്നതിനിടെ കാൽമടങ്ങി ബസ്സിനടിയിലേക്ക് വീഴുകയുമായിരുന്നു. ഇവർ വീണതറിയാതെ ബസ് മുന്നോട്ടെടുക്കുകയും നബീസയുടെ ഇടതുകാലിലൂടെ ബസ്സിൻ്റെ പിൻചക്രം കയറിയിറങ്ങുകയുമാണുണ്ടായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലില്ലായ്മ രൂക്ഷമായ സാഹചര്യത്തിൽ പരമാവധി തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കാനും സ്വയം തൊഴിൽ സംരംഭത്തിന് മുന്നിട്ടിറങ്ങുന്നവർക്ക് ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനം നൽകുന്നതിനുമായി വിവിധ സംരംഭകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സഭ നടത്തിയത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം സുനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, പഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ KM ബിന്ദു, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ, KR സുഷമ, രാജകൃഷ്ണൻ, KM പ്രമോദ്, സെക്രട്ടറി ഹരിമോഹൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുഴൽമന്നം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ P ദീപ, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ സുന്ദരൻ, പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ TJO ജോൺ, അജയ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. P ദീപ സ്വാഗതവും പെരിങ്ങോട്ടുകുറിശി EDE അമൃതരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജോയിന്റ് കൗൺസിൽ പണിമുടക്ക് നോട്ടീസ് നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 22-നാണ് പണിമുടക്ക്. പണിമുടക്ക് നോട്ടീസ് നൽകുന്നതിന് മുന്നോടിയായി ജീവനക്കാർ പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി K മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി 22-ന് ഏകദിന പണിമുടക്ക് നടത്തും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DA ശമ്പള കുടിശ്ശിക അനുവദിക്കുക, മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അധ്യാപക സർവീസ് സംഘടനാ പണിമുടക്ക്. തയ്യാറായത് വലിയ വേദന ഉണ്ട്. കേരളം ഇവിടെ സൂചിപ്പിച്ചു, ഇതൊരു കേരള സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ സമരമല്ല. കേരള സർക്കാർ ഒരു ഇന്ത്യ മഹാരാജ്യത്തെ ഒരേ ഒരു ഇടതുപക്ഷ ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ആ ഗവൺമെൻറ് അതിൻ്റെ ജനപക്ഷ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ചില വിഷയങ്ങളിൽ കൃത്യമായ വ്യതിചലനം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിഷയങ്ങളിൽ അവർ വിശ്വാസത്തിലെടുക്കുന്ന നിലപാടുകൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ അടുത്ത 2-3 വർഷങ്ങളിലായി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജീവനക്കാരെ അവഗണിക്കുന്നത് ഇടതു സർക്കാർ നയമല്ലെന്ന് സർക്കാർ തിരിച്ചറിയണം. ജീവനക്കാർ ആവശ്യപ്പെടുന്നത് ഔദാര്യമല്ലെന്നും യോഗത്തിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി K മുകുന്ദൻ ചൂണ്ടിക്കാട്ടി. MS റീജ, CA ഈജു, NN പ്രജിത, M അംജദ് ഖാൻ, MS അനിൽകുമാർ, R മനോജ് കുമാർ, ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി PD അനിൽകുമാർ, KGOF ജില്ലാ സെക്രട്ടറി VS വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. യോഗ നടപടികൾക്ക് ശേഷം സമരസമിതി നേതാക്കൾ ജില്ലാ കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി നിള ആശുപത്രി മുതൽ IPT വരെയുള്ള റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്നും വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നും കോൺഗ്രസ് ആവശ്യമുന്നയിച്ച് ഓങ്ങല്ലൂർ വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. വാടാനംകുറിശി മലബാർ സോമിൽ പരിസരത്ത് നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. വാടാനംകുറിശി മേഖലയിലെ വ്യാപാരികളും യാത്രക്കാരും കുറേ മാസങ്ങളായി പൊടിശല്യം മൂലം വലിയ ദുരിതത്തിലാണ്. വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും പരാതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തിയത്. എത്രയും വേഗം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാതയിലെ ടാറിംഗ് ഉടൻ പൂർത്തീകരിക്കണമെന്നും റെയിൽവേ മേൽപ്പാലം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പൊതുയോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ഈ പാലം പണി 90%, 95% പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ പണി തുടങ്ങാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അശാസ്ത്രീയമായ ഒരു റോഡ് നിർമ്മാണമാണ് നടക്കുന്നത്. ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ജനപ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളത്? 3.5 വർഷം കഴിഞ്ഞു. ഈ പട്ടാമ്പി മുതൽ ഒരുപക്ഷെ ഈ കൊളപ്പുള്ളി, ഈ വാടാനംകുറിശി വരെയുള്ള റോഡിന്റെ
ഏതെങ്കിലും ഒരു സ്ഥലത്ത് 100 മീറ്റർ ഒന്ന് ഡ്രൈവ് കാർ ചെയ്യുമ്പോൾ വന്ന് ഫോട്ടോ എടുക്കുന്ന പണിയല്ലാതെ വേറെന്ത് പണിയുണ്ട് ഈ പട്ടാമ്പിയുടെ പ്രിയപ്പെട്ട എംഎൽഎക്ക് എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത്. വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി രൂപേഷ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് EP യൂസഫ്, അസീസ് പട്ടാമ്പി, TT സലീം, PK അബൂബക്കർ സിദ്ദിഖ്, CP ബാബു, A ശ്രീനിവാസൻ, CT അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രഥമ സംസ്ഥാന ഇൻക്ലൂസീവ് സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങൾക്ക് പാലക്കാട് ജില്ല SSKയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഒറ്റപ്പാലം LSN സ്കൂളിൽ നടന്ന പരിപാടി K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇത്തവണ ആദ്യമായാണ് ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻക്ലൂസീവ് കായികമേള സംഘടിപ്പിച്ചത്. മേളയിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് 112ഓളം താരങ്ങൾ പങ്കെടുത്തിരുന്നു. ഓവറോൾ 2ാം സ്ഥാനവും അത്ലറ്റിക് വിഭാഗത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയ ജില്ലയിലെ താരങ്ങൾക്കാണ് ഒറ്റപ്പാലത്ത് സ്വീകരണവും അനുമോദനവും ഒരുക്കിയത്. വിജയാഹ്ലാദ ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത്. അനുമോദന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ല അഭിമാനകരമായ നേട്ടം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനതല കായികമേളയിൽ നേടിയിരിക്കുന്നത് നമ്മുടെ നാടിനെ, സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതിലേറെ സന്തോഷം ആ ജില്ലാതലത്തിൽ നടത്തുന്ന പരിപാടി SSK ഒറ്റപ്പാലത്ത് വെച്ച് നടത്തിയിരുന്നത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. അതിനാദ്യം തന്നെ പ്രത്യേകമായിട്ടുള്ള സ്നേഹം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. DPOമാരായ MR മഹേഷ്, T ഷാജി, ഡയറ്റ് പ്രിൻസിപ്പാൾ T ശശിധരൻ, വിവിധ സംഘടനാ ഭാരവാഹികളായ K സുനിത, നാസർ തേളത്ത്, മുരളീധരൻ, രാധാകൃഷ്ണൻ, KN കൃഷ്ണകുമാർ, രമേശ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ BRCകളിൽ നിന്നുള്ള BPCമാരും വേദിയിലുണ്ടായിരുന്നു. ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർ K ജയപ്രകാശ് സ്വാഗതവും ഒറ്റപ്പാലം BRC ട്രെയിനർ PM വെങ്കിടേശ്വരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നവീകരണം പൂർത്തിയായ ഒറ്റപ്പാലം നഗരസഭയിലെ തോട്ടക്കര വയ്യാട്ടുകുന്ന് റോഡ് നാടിന് സമർപ്പിച്ചു. K പ്രേംകുമാർ MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. കാലവർഷക്കെടുതികളിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിലാണ് തോട്ടക്കര വയ്യാട്ടുകുന്ന് റോഡ് പുനർനിർമ്മിച്ചത്. റോഡ് ഉദ്ഘാടനം K പ്രേംകുമാർ MLA നിർവഹിച്ചു. ഈ നഗരസഭയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആകെ റോഡിന്റെ നീളം എടുത്താൽ ഏതാണ്ട് 200 കിലോമീറ്ററിലധികം ദൂരം വരും. ഇവിടുന്ന് കോഴിക്കോട് പോയിട്ട് തിരിച്ചു എത്തിയാലും നഗരസഭയ്ക്ക് ഓരോ വാർഡിലുമുള്ള നഗരസഭയുടെ അധീനതയിലുള്ള റോഡിന്റെ നീളം ഒരുപക്ഷെ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അത്രയധികം റോഡ് നഗരസഭയിലുണ്ട്. ഈ റോഡുകളെല്ലാം ഏറ്റവും മികച്ച നിലയിൽ സംരക്ഷിക്കുക, കേടുപാട് തീർത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് സ്വാഭാവികമായും ഒരു തദ്ദേശഭരണ സ്ഥാപനത്തെ സംബന്ധിച്ച് എളുപ്പം സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. 4ാം വാർഡ് കൗൺസിലർ TK രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. നഗരസഭാ എഞ്ചിനീയർ ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ K രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K അബ്ദുൽ നാസർ, സുനീറ മുജീബ്, T ലത, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സിദ്ദിഖ്, K ശിവദാസ്, അംഗൻവാടി ടീച്ചർ വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം, സിറ്റിസൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ്, നാഷണൽ NGO ഫെഡറേഷൻ സ്നേഹസംഗമവും സഹായ വിതരണവും പാലക്കാട്ട് നടന്നു. K ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ഇതിൽ കിട്ടിയിട്ടില്ല. ഞങ്ങൾ 8 സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഗിരീഷിന് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനത് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് മറ്റൊരു സ്ഥാപനം ഇവിടെ പാലക്കാട് തന്നെ ഇത് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം അങ്ങനെ കാർഷിക മേഖലയിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. അവർക്ക് രാസവളം മറ്റ് സബ്സിഡികൾ കൊടുത്തു. കൊല്ലം വെച്ചിട്ട് അവർക്ക് ആവശ്യമായ യന്ത്രങ്ങളൊക്കെ കൊടുത്തു. സേവന രംഗത്ത് സ്വകാര്യ സംഘടനകൾ വിലമതിക്കാനാകാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് K ബാബു MLA ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി 50% സബ്സിഡിയിൽ സ്കൂട്ടറുകളുടെയും ലാപ്ടോപ്പുകളുടെയും വിതരണം നടന്നു. ജില്ലയിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് MK ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു.
സംഘടനാ ഭാരവാഹി അനന്തുകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് നാടൻപാട്ടുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരുങ്ങോട്ടുകുറിശി ജനകീയ വികസന മുന്നണി കൺവെൻഷൻ ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് പിലാപ്പള്ളി 3 സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടക്കും. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ, മറ്റ് 100ഓളം ഭാരവാഹികൾ തുടങ്ങിയവർക്ക് മുൻ MLA AV ഗോപിനാഥ് നേതൃത്വം നൽകുന്ന പെരുങ്ങോട്ടുകുറിശി ജനകീയ വികസന മുന്നണിയിലേക്ക് സ്വീകരണം നൽകുന്നതിനായാണ് യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. BJPയുടെ പടലപ്പിണക്കത്തിൽ പൊറുതിമുട്ടിയ നിരവധി പ്രവർത്തകർ ജനകീയ വികസന മുന്നണിയിലേക്ക് വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് AV ഗോപിനാഥ് പറഞ്ഞു. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിൽ താല്പര്യമുള്ള എല്ലാ ആളുകളെയും, എല്ലാ പാർട്ടിക്കാരെയും, എല്ലാ സാമുദായിക സംഘടനകളെയും ഒത്തുചേർത്ത് ഈ ഗ്രാമത്തിന്റെ വികസനം പൂർത്തിയാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തൊഴിലാളികളും കർഷകരും മാത്രമുള്ള ഈ ഗ്രാമത്തിന് സ്വന്തമായി വരുമാനമുണ്ടാക്കുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും നമുക്ക് ചിന്തിക്കേണ്ട. അപ്പൊ സ്വാഭാവികമായും എല്ലാവരുടെയും ഒരു കൂട്ടായ പിന്തുണ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗ്രാമത്തിന്റെ വികസനം പൂർത്തിയാക്കാൻ കഴിയൂ എന്നുള്ളത് ഉണ്ട്. ഇത് അനിവാര്യമാണ്. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങൾ വളരെ സഹപ്രവർത്തകരുമായി ഇരുന്ന് ഞങ്ങൾ ദിവസങ്ങളോളം കൂടിയിരുന്ന് ആലോചിച്ച് ഒരു സാമൂഹ്യ പുരോഗതി കൈവരിക്കാനുള്ള ഏക മാർഗം രാഷ്ട്രീയ പോരാട്ടങ്ങളല്ല, സാമൂഹ്യ വികസനത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനമാണ് എന്ന് ഞങ്ങൾ. അപ്പൊ എല്ലാ പാർട്ടിയിൽ നിന്നും ആളുകൾ വരുന്നില്ല. ഒരു മുന്നണി, സ്വതന്ത്രമായ ഒരു മുന്നണി ഉണ്ടാക്കുന്നു, രാഷ്ട്രീയത്തിന്റെ അതീതം ചില കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്ന് തോന്നിയപ്പോൾ വളരെ നന്നായി മുന്നോട്ട് പോകണം, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് പറയുന്ന ഒരു ചുറ്റുപാടാണ് കാണാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരികളുടെ കൂടി പൂർണ്ണ പിന്തുണയുണ്ടായാൽ കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ നിഷ്പ്രയാസം കഴിയുമെന്ന് മന്ത്രി MB രാജേഷ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗം കൂറ്റനാട് വാവന്നൂരിൽ. സമിതിയുടെ വീൽ സപ്പോർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരിച്ച വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് 30 ലക്ഷം രൂപ നൽകി. ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവന നിയമവിരുദ്ധവും അങ്ങേയറ്റം അപക്വവുമെന്ന് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. വിഷയത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാചാലനാകുന്ന എക്സൈസ് മന്ത്രിയുടെ പ്രതികരണമറിയാൻ താൽപ്പര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പാലക്കാട്ടെ MLA ഓഫീസ് ഉദ്ഘാടന വേളയിൽ. മണപ്പുള്ളിക്കാവ് റോഡിലെ ദുർഗാനഗർ 2nd സ്ട്രീറ്റിൽ MLA ഓഫീസ് സജ്ജീകരിച്ചത് ആധുനിക സംവിധാനങ്ങളോടെ. വടക്കാഞ്ചേരിയിൽ സ്വകാര്യ ബസ് കാലിൽ കയറി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചത് വടക്കാഞ്ചേരി ഒന്നാംകല്ല് സ്വദേശി നബീസ. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിലേക്ക് മാറ്റിയ വയോധിക മരിച്ചത് ഇന്ന് രാവിലെ. ജോയിന്റ് കൗൺസിൽ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ഏകദിന പണിമുടക്ക് 22-നാണ്. സമരസമിതി പാലക്കാട് കലക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പ്രകടനവും വിശദീകരണ യോഗവും. പണിമുടക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്. ജീവനക്കാരെ അവഗണിക്കുന്നത് ഇടതു സർക്കാർ നയമല്ലെന്ന് ഭരണാധികാരികൾ തിരിച്ചറിയേണ്ടതാണെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി K. മുകുന്ദൻ. സംസ്ഥാന ഇൻക്ലൂസീവ് സ്പോർട്സിൽ മികച്ച പ്രകടനം നടത്തിയ പാലക്കാടിന്റെ താരങ്ങൾക്ക് ജില്ലാ SSKയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് സ്വീകരണവും അനുമോദനവും. സംസ്ഥാന മേളയിൽ ഓവറോൾ 2ാം സ്ഥാനവും അത്ലറ്റിക്സ് കിരീടവും നേടിയത് പാലക്കാട് ജില്ലാ ടീം. ഭിന്നശേഷി കുട്ടികളുടെ മേളയിൽ ജില്ലയിൽ നിന്ന് പങ്കെടുത്തത് 112ഓളം താരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.